വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് ഒരു അപ്ഡേറ്റ് ക്വറിയിൽ എങ്ങനെ ലിമിറ്റ് വെക്കാൻ നോക്കാം. നമുക്ക് സെലക്റ്റിലൊക്കെ ലിമിറ്റ് വെക്കാം, അതേപോലെ അപ്ഡേറ്റിലും എങ്ങനെ ലിമിറ്റ് വെക്കാം. അതായത് നമ്മൾ പറയാണ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷനൊക്കെ പാസ് ചെയ്ത് ഓക്കെ, കണ്ടീഷൻ പാസ് ചെയ്തിട്ടുള്ള 100 റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആകെ ഒരു 3 മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ടോപ്പ് സ്കോർസ് എന്ന് പറഞ്ഞ ടേബിളിൽ നമുക്ക് ഗെയിം ID 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 റെക്കോർഡ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിൽ 2 മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ, അപ്പൊ അതിന്റെ സ്കോർ ഞാൻ 100 ആക്കാണ്, ഈ 2 മാത്രം. അപ്പൊ അത് എങ്ങനെയാണ് ലിമിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കാം. അതിന്റെ ക്വറി എങ്ങനെയാണ്, അപ്ഡേറ്റ് ടോപ്പ് സ്കോർ. ഏത് ടേബിൾ ആണ് ടോപ്പ് സ്കോർ, സെറ്റ് സ്കോർ എന്ന് പറഞ്ഞ ഫീൽഡാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. 100 ആക്കാണ്. ഇത് എത്രയാന്നുള്ളത് 90 95 88 92 94 അല്ലെ. അപ്പൊ ക്വറിയിൽ വന്നു വേർ ഗെയിം ID ഈക്വൽ ടു 1 2. ഗെയിം ID 1 2 3 ഉള്ള എത്ര റെക്കോർഡ്സ് ഉണ്ട്? 4 റെക്കോർഡ്സ് ഉണ്ട്. അതിൽ ഒന്നിനും 100 ഇല്ല. എന്നിട്ട് ലിമിറ്റ് ബേസ് 2, 2 ലിമിറ്റ് ചെയ്യാൻ ഞാൻ സെലക്ട് ചെയ്തു, റൺ ചെയ്തു. 2 റോസ് അഫക്റ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ടോപ്പ് സ്കോർ റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്തപ്പോൾ ആദ്യത്തെ 2 റെക്കോർഡ്, ഗെയിം ID 1 2 3 ഉള്ള 2 റെക്കോർഡ് മാത്രം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ലിമിറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്വറീസ് ലിമിറ്റ് ചെയ്യുന്നത്. സെലക്റ്റിലായാലും അപ്ഡേറ്റിലായാലും ഒക്കെ ഏത് ക്വറിയിലായാലും നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസേർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷൻ കമ്മിറ്റ് അല്ലെങ്കിൽ റോൾ ബാക്ക് ഓപ്ഷൻസ് അപ്ഡേറ്റിലും ഉപയോഗിക്കാൻ പറ്റും. അതിനെ കുറിച്ചുള്ള വീഡിയോസ് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.